ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഗ്ലാസ് കുക്ക് സ്റ്റവ് എങ്ങനെയാണ് ക്ലീൻ ചെയ്തെന്ന് നോക്കാം. ഇത് ഇലക്ട്രിക് സ്റ്റവ് ആണ്. ഇതിൽ പിടിച്ചിരിക്കുന്നത് ചായക്കറയാണ്. ഇത് കുറച്ച് കളയാൻ ബുദ്ധിമുട്ടുള്ള കറയാണ്. അതാണ് ഞാനിത് റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. നമുക്കിത് കുതിരാനായിട്ട് കുറച്ച് ബേക്കിംഗ് സോഡയും കുറച്ച് വിനീഗറും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം. സ്റ്റവിലെ ചൂടൊക്കെ മാറിയിട്ടേ ഇത് ചെയ്യാവുള്ളൂ. ഞാൻ കുറച്ചുകൂടി ബേക്കിംഗ് സോഡ ഇടുവാണ്. ഇനി ഇത് മിനിമം 20 മിനിറ്റെങ്കിലും കുതിരാനായിട്ട് ഇടണം. ഇനിയിപ്പോൾ രാത്രിയിൽ ഇത് ചെയ്തിട്ട് രാവിലെ വേണമെങ്കിൽ ക്ലീൻ ചെയ്യാം. ഇതിപ്പം കുതിരാനിട്ടിട്ട് 20 മിനിറ്റായി. നമുക്കിനി ഇത് ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു പരന്ന കത്തി വെച്ച് ചെരിച്ച് പിടിച്ച് നമുക്കിത് ഇതിൻ്റെ അകത്ത് ഈ പറ്റി പിടിച്ചിരിക്കുന്നത് നമുക്ക് അടർത്തിയെടുക്കാം. ഒരു കാരണവശാലും സ്ക്രബ്ബർ പോലുള്ള സ്റ്റീലിൻ്റെ ഉരയ്ക്കുന്ന സാധനങ്ങളോ അതുപോലെ ഇങ്ങനെ ഉരച്ച് ക്ലീൻ ചെയ്യുന്നതോ വെച്ച് ക്ലീൻ ചെയ്യരുത്. ഇതിൽ പോറൽ വീഴും. അതുകൊണ്ട് ഇതുപോലെ പരന്ന ഒരു കത്തി വെച്ച് ക്ലീൻ ചെയ്യുന്നതാണ് ഏറ്റവും നീറ്റായിട്ട് ക്ലീൻ ചെയ്ത് കിട്ടുന്നത്. അതുപോലെ നേരെ പിടിച്ച് ക്ലീൻ ചെയ്യരുത്. ചെത്തിയെടുക്കുന്ന പോലെ ചെരിച്ച് പിടിച്ച് വേണം ഇത് ക്ലീൻ ചെയ്യാനായിട്ട്. ചായക്കറ ഏറ്റവും പാടുള്ള കറയാണ് ക്ലീൻ ചെയ്യാനായിട്ട്. അതുപോലെ ഇത് നന്നായിട്ട് കരിഞ്ഞു പിടിച്ചിട്ടുണ്ട്. അതാണ് ഇത്രയും സമയം എടുക്കുന്നത് ക്ലീൻ ചെയ്യാനായിട്ട്. ചെറിയ കറയൊക്കെ ആണെങ്കിൽ ചെറുതായിട്ട് വെള്ളം ഒഴിച്ച് കുതിർത്തിട്ട് ചെറുതായിട്ട് ചെത്തിയെടുത്താലും മതി. ഇതിപ്പം നല്ല കട്ടിയുള്ള കറയായതുകൊണ്ടാണ് ഇത്രയും സമയം എടുക്കുന്നത്. ഇനിയിപ്പോൾ ഇത് കിച്ചൺ ടിഷ്യൂ കൊണ്ടോ അല്ലെങ്കിൽ ചെറിയ തുണി കൊണ്ടോ തുടച്ചു നോക്കാം. കുറച്ചും കൂടി ഇരിപ്പുണ്ട്. നമുക്കത് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. കരിഞ്ഞു പിടിച്ചിരുന്ന എല്ലാം പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്റ്റവ് മൊത്തം ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. ഇനി ഞാൻ ഈ സ്റ്റവ് മൊത്തത്തിൽ പോളിഷ് ചെയ്യാൻ പോവാണ്. അതിനു മുമ്പായിട്ട് ഈ സ്റ്റവ് നന്നായിട്ട് ഡ്രൈ ആയിരിക്കണം. പിന്നെ എന്തെങ്കിലും കറയുണ്ടെങ്കിൽ നമുക്കത് മാറ്റിയെടുക്കാം. ഇതിൽ കാണുന്നത് പരന്ന പാത്രമൊക്കെ കുറേ നാൾ വെച്ച് കഴിയുമ്പം വരുന്ന കറയാണ്. ഇത് ചിലപ്പം എണ്ണയുടെയൊക്കെ ആയിരിക്കാം. ഇത് കത്തിവെച്ച് ചെറുതായിട്ട് ചെത്തി കഴിയുമ്പോൾ അതങ്ങ് പൊക്കോളും. ഇനി ചെയ്യാൻ പോകുന്നത് ഇത് പോളിഷ് ചെയ്യാൻ പോവാണ്. ഇത് വേണമെങ്കിൽ ചെയ്താൽ മതി. പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ല ഫിനിഷ് കിട്ടും. ഇത് ആദ്യം നന്നായിട്ട് കുലുക്കിയിട്ട് എല്ലായിടത്തും വരത്തക്ക രീതി ചെറുതായിട്ട് ഒഴിച്ചിട്ട് ഒരു ഡ്രൈ കിച്ചൺ ടവൽ കൊണ്ടോ തുണി കൊണ്ടോ നന്നായിട്ട് തിരുമ്മി പിടിപ്പിക്കണം. ഇത് ഒരു പോളിഷാണ്. അതുകൊണ്ട് നന്നായിട്ട് തിരുമ്മി പിടിപ്പിച്ചാലേ ഇതിന് തിളക്കം വരത്തുള്ളൂ. ഈ പോളിഷിൻ്റെ പേരും ആമസോണിലെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. കട്ടിയുള്ള കറകളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അല്ലെങ്കിൽ ഡെയിലി ക്ലീനിങ്ങിന് ക്ലോറക്സ് വൈപ്സ് വെച്ച് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്താൽ മതി. പെട്ടെന്ന് ക്ലീനായി കിട്ടും. ക്ലോറക്സ് വൈപ്സ് വെച്ച് ക്ലീൻ ചെയ്യുന്നത് എണ്ണമയൊക്കെ മാറാൻ നല്ലതാണ്. ഞാൻ ക്ലീൻ ചെയ്യാൻ ഉപയോഗിച്ച സാധനങ്ങളുടെ എല്ലാം ലിസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം ഷീന.